ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നമ്മുടെ അതുൽ വ്ളോഗ്സിലെ അതുലിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് നമ്മുടെ അച്ചു ചേച്ചിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സിബിച്ചായൻ അതുലിനെ വെല്ലുവിളിച്ചു എന്നാണ് അതിൽ പറയുന്നത്. ആക്ച്വലി നമ്മുടെ സിബിച്ചായൻ അതുലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു 1 or 2 hours സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫോണിലൂടെ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ സിബിച്ചായൻ കാര്യമായിട്ട് ചെയ്തിരിക്കുന്നത് ഒരു വൻ വെല്ലുവിളിയാണ്. സോ വെല്ലുവിളിയാണെങ്കിലും നല്ലൊരു ഓഫറാണ് അതുകൊണ്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് വൻ ഓഫർ തന്നെ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഓഫർ ഇതാണ്: നമ്മൾ ആരെങ്കിലും 5,000 മുകളിലായിട്ട് സിബിച്ചായൻ ആർക്കെങ്കിലും ഫൈൻ കൊടുത്തു നമ്മൾ ആരെങ്കിലും പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, അതിലോ അല്ലെങ്കിൽ നമ്മളിൽ ആർക്കെങ്കിലും അത് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അദ്ദേഹത്തിന് മിനി കൂപ്പർ അവർക്ക് നൽകും എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത്. ഒരു ഭയങ്കര വെല്ലുവിളിയാണ് നമ്മുടെ സിബിച്ചായൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. നമ്മളെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ അദ്ദേഹം ഇത്രയും വലിയൊരു ഓഫർ തരുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും അദ്ദേഹം ഇത്രയും ഒരു 5,000 മുകളിലായിട്ട് ആർക്കും ഫൈൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതിൽ ഒരു കാര്യം അദ്ദേഹം ക്ലിയർ ചെയ്യുന്നത്, ഓക്കെ 5,000 കൊടുത്തിട്ടില്ലെങ്കിൽ 5,000 ബിലോ ആയിട്ട് ഫൈൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ പറയുന്നതിലൂടെ. അപ്പൊ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഫൈനേ കൊടുക്കാറില്ല, നമ്മൾ ചുമ്മാ ഭീഷണിപ്പെടുത്തും ഫൈൻ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇടാറുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ഒരു കുട്ടികളുടെ അടുത്തൊന്നും ഫൈൻ എന്ന് പറഞ്ഞ സാധനം വാങ്ങിയിട്ടേ ഇല്ല എന്നായിരുന്നു ഇത്രയും നാളും നമ്മുടെ സിബിച്ചായൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നത് എന്താണ്, 5,000 മുകളില് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ മിനി കൂപ്പർ തരാമെന്നാണ്. അതിനർത്ഥം 5,000 താഴെയായിട്ട് ഇദ്ദേഹം ഫൈൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ. അപ്പൊ അദ്ദേഹം അതിപ്പോ അക്സെപ്റ്റ് ചെയ്തു. ഇത് പുതുമയുള്ള കാര്യമൊന്നല്ല. അദ്ദേഹമാണെങ്കിലും അച്ചു ചേച്ചി ആണെങ്കിലും ഇന്ന് ഞങ്ങൾ ഫൈൻ കൊടുക്കും എന്ന് പറയും, നാളെ ഫൈൻ കൊടുക്കാറില്ല എന്ന് പറയും. ഇങ്ങനെ പച്ചക്കള്ളം വന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ്. അവർക്ക് ഇങ്ങനെ കള്ളത്തരം പറയുന്നതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ഇങ്ങനെ മാറിപ്പോവാണ്. പല പല കാര്യങ്ങളും എവിടെയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് അവർ ഓർക്കുന്നില്ലെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ട് എന്നുള്ളത് പോലും അവർ ഓർക്കുന്നില്ല. സോ അവർ പല സ്ഥലത്തായി പോയി പല പല കാര്യങ്ങൾ പറയുന്നു. വേറൊരാൾ വരുമ്പോൾ വേറെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ എത്രമാത്രം കള്ളാണ് പറയുന്നതെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതും കള്ളാണെന്ന് ഇപ്പൊ പൊളിഞ്ഞിരിക്കുകയാണ്. അതായത് 5,000 താഴെ ഇദ്ദേഹം ഫൈൻ ഈടാക്കാറുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇവിടെ അദ്ദേഹം വെല്ലുവിളിച്ചതിന്റെ കാരണം അതൊന്നും അല്ല. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വെല്ലുവിളിച്ച ആർക്കും ഇത് പ്രൂവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് സിബിച്ചാൻ ഇപ്പോൾ ഉള്ളത്. കാരണം ഇത്രയും ഗേൾസ് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൽ ഒരു CCTV പോലും ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അത്ര ബ്രില്യന്റ് ആയിട്ടാണ് ആ ഒരു സ്ഥാപനം കൊണ്ടുപോകുന്നതെന്നുള്ളതാണ്. എന്തൊക്കെ അവിടെ ചെയ്താലും എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയാലും അതിന് തെളിവ് കൊണ്ടുവരാനായിട്ട് ആർക്കും സാധിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ സിബിച്ചാനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഓഫർ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ തന്നെ അദ്ദേഹം ഫൈൻ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ ഫൈൻ എന്ന പേര് പറഞ്ഞിട്ട് ആരെടുത്തൊന്നും ഈടാക്കുന്നില്ല. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, കമ്മീഷനായിട്ട് ഈ കുട്ടികൾക്ക് ഒരു എമൗണ്ട് കൊടുക്കുകയും അത് ബാങ്ക് ത്രൂ ആയിരിക്കും അവർ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫൈൻ ഈടാക്കുന്ന സമയത്ത് അദ്ദേഹം ക്യാഷ് ആയിട്ടാണ് വാങ്ങിക്കുക. സോ ആ സമയത്ത് യാതൊരു തരത്തിലുള്ള പ്രൂഫും അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം വന്നിട്ട് ഇത്രയും ധൈര്യത്തോടു കൂടെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇത് ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൽ അദ്ദേഹത്തിന് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മിനി കൂപ്പറിന്റെ ഓഫറായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ എവിടെയും ദൈവത്തിന്റെ ഒരു രൂപം ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കുട്ടി വന്നിട്ട് ഇപ്പോൾ 5,000 മുകളിൽ ഫൈൻ കൊടുത്തിട്ടുള്ളതായിട്ടാണ് നമ്മുടെ 4th ജംഗ്ഷനിലെ ചേട്ടൻ പറയുന്നത്. ആ ചേട്ടന്റെ അടുത്ത് ഇപ്പൊ പ്രൂഫ് ഉണ്ട്. 6,000 സംതിങ്ങിനാണ് അദ്ദേഹം പറയുന്നത് ആ കുട്ടി ഫൈൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവാം. അദ്ദേഹം എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതെന്തായാലും ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. സിബിയണ്ണ ഈ ഇതൊന്ന് കാണണം കേട്ടാ. അതായത് ഇതൊരു ഫൈൻ ബില്ലാണ്. ഡേറ്റ് കൂടെ നോക്കിക്കോ. നിങ്ങൾക്ക് പൈസ വന്നേക്കുന്നതാണ്. ഏത് കടക്കൂട്ടി വെക്കുന്ന എത്ര രൂപ വന്ന് 6,000 രൂപ. സിബിയണ്ണ 6,000 രൂപ ഒളിവിയൊക്കെയാണ് അയച്ചേക്കുന്നത്. ഫൈനാണ് സംഭവം. ഓക്കെ, അപ്പൊ ഫൈനാണ് ഈ സംഭവം. അപ്പൊ അന്ന് എന്ത് ചെയ്യണം, മിനി കൂപ്പർ മിനി കൂപ്പർ വെല്ലുവിളിയൊക്കെ അടുത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ മഹാനെ അറിഞ്ഞിട്ട് വെല്ലുവിളി നടത്തി. ഇത് എനിക്കൊക്കെ സാധനങ്ങൾ എല്ലാവർക്കും അറിയത്തില്ല, അത് മറന്നു.
അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ സിബിച്ചായൻ ഈ 4th ജംഗ്ഷനിലെ ചേട്ടനെയും മിനി കൂപ്പർ ഹാൻഡ് ഓവർ ചെയ്യുന്ന അവരുടെ ഡേക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. സിബിച്ചായൻ വാക്ക് പാലിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ ഒരു ഡേ കാണാനായിട്ട് പറ്റുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.